വായക്കടുവ പിടിക്കുന്നേ ബമ്പോ. ചുത്തമത്തേ അവിടെ വന്നിട്ട് റെഫ്യൂജി സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് എനിക്ക് വന്നൊരു മെസ്സേജ് വെച്ചിട്ട് ഞാനിതിന് റിപ്ലൈ തരാം. എന്താണ് റെഫ്യൂജി വിസയുടെ സത്യാവസ്ഥ എന്ന്. അപ്പോൾ ഇതെനിക്ക് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതുകൊണ്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ വരാറുണ്ട്, ഫ്രീക്വൻസി കുറവാണെന്ന് മാത്രം. ഹായ്, ഞാൻ ജപ്പാനിലുണ്ട്. എങ്ങനെ N4 എടുക്കുക, ഭാഷ പഠിക്കുക? ഞാൻ ഗുമ്മ ഓത്ത എന്ന സ്ഥലത്താണ്. ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ പ്ലീസ്? ഞാൻ ഇങ്ങനെ വരുന്ന എല്ലാം ഉടായ്പ് റെഫ്യൂജി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് വിസ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ വിസ എന്താണെന്ന്. റെഫ്യൂജി. അപ്പോൾ അടുത്ത വിസ റിന്യൂവൽ വരുന്നത് 11-ാം മാസം 25-ാം തീയതിയാണ് കേട്ടോ. ഇപ്പോൾ 6-ാം മാസം 14-ാം തീയതിയായി. ഇനിയിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 5 മാസം കൂടെ ഉള്ളൂ കഷ്ടി. അത് വന്ന് പെട്ടതാണ്, ഒരുപാട് ക്യാഷ് പോയി. ഇനി പിടിച്ചു നിന്നേ പറ്റൂ. അതുകൊണ്ട് N4 ആവശ്യമാണ് ജോലി സ്ഥലത്ത്. ഓക്കെ, എങ്ങനെ പഠിക്കാം? N4 എക്സാം എങ്ങനെ എഴുതാം? പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ജാപ്പനീസ് പഠിക്കുക പറഞ്ഞാൽ. മണിക്കൂറിൽ 2000 തൊട്ട് 3000 എന്നൊക്കെ മേടിക്കും ഏറ്റവും കുറഞ്ഞത്. കാരണം നമ്മുടെ സൗകര്യത്തിന് കിട്ടണേ. ഈ റെഫ്യൂജി വിസയിലുള്ളവൻ 8 മണിക്കൂർ 10 മണിക്കൂർ പണിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവനിരുന്ന് പഠിക്കണം. ഇത് എന്ത് കഷ്ടപ്പാടാണ് നോക്കണം. എന്തിനാണ് ഇങ്ങനെ വന്ന് പെടാപ്പാട് വിടുന്നത്? ഓക്കെ, നാട്ടിൽ പോകാൻ കഴിയില്ല, ഒരുപാട് എക്സ്പെൻസായി വന്നിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കാതെ ഒരിക്കലും നാട്ടിൽ പോകാൻ കഴിയില്ല. വീണ്ടും കടത്തിന് മുകളിൽ. അപ്പോൾ N4 ഉണ്ടെങ്കിൽ കമ്പനി വിസ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്പൾസറി ആവശ്യമാണല്ലോ, അതാണ് പ്രശ്നം. എങ്ങനെയെങ്കിലും പഠിച്ചാലേ കഴിയൂ. ഓക്കെ, എത്ര രൂപ ചിലവായി? ഏത് ഏജൻസിക്കാരാണ് ഇപ്പോഴും ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റെഫ്യൂജി റിന്യൂ ചെയ്യാൻ പാടൊക്കെയാണെന്നുള്ള ഞാൻ കേട്ടെന്നൊക്കെ പറഞ്ഞു. ഏജൻ്റ് ഒന്നുമല്ല, അത് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നല്ലോ. കാസർഗോഡുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു കേട്ടോ. ഒരു സമയത്ത് ഭയങ്കര പീക്കായിരുന്നു. എല്ലാവർക്കും ജോലി മേടിച്ചു തരാം, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇല്ല, അവിടെ റെഫ്യൂജി ആണ്, എന്താണ് നമ്മോട് പറഞ്ഞ വിസയാണ്. 8-ാം മാസം കഴിഞ്ഞാൽ കാർഡ് കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇവിടെ പണിയെടുക്കാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോകാനുള്ളതൊക്കെ പോയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം പറഞ്ഞ എമൗണ്ട് അല്ല പിന്നെ പറഞ്ഞത്, മാറി മാറി പറയുക. എല്ലാത്തിനും ടിക്കറ്റിൽ വരെ കമ്മീഷൻ അടിച്ചു. ലാസ്റ്റ് വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് ഏജൻറ്റിൻ്റെ ആ ഏജൻറ്റിന് അവന് വേറെ എമൗണ്ട്, കുറേ പൈസ പോയി. പിന്നെ നാട്ടിൽ എന്തായാലും പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ സീനാവും. കാസർഗോഡ് ഫുള്ളുകാരും എല്ലാവരും ഒരു ടീമാണ്. ഈ പുള്ളിക്കാരൻ വേറെ ഏതോ ജില്ലയാണ്. ആകെ പെട്ടുപോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. പരമാവധി എല്ലാവരും കൊണ്ടുവന്നവനാകെ പ്രഷറായി. അവൻ കുറേ പേരെ പറ്റിച്ച് 16 ലക്ഷമൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞത്. 16 ലക്ഷം ജപ്പാനിലേക്ക്. ഞാൻ എന്തെങ്കിലും തരാൻ എന്നെ കൂടെ തല്ലിക്കൊല്ല്. 3000 എന്നുള്ള ടൂറിസ്റ്റ് വിസയ്ക്ക് 16 ലക്ഷം കൊടുത്തുന്ന മണ്ടൻ ആരാണ്? ഓക്കെ, അടുത്തത് നോക്കാം. എത്ര പേർ പെട്ടു? എത്ര പേരാണെന്ന് ഒരിക്കലും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയൊക്കെ വന്നിട്ട് 16 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട് ടോട്ടൽ ചിലവ്. ഇവിടെ വന്നവരെ എക്സ്പെൻസ് വരെ, ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം, ജോലി വരെ സെറ്റാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് ഇവിടുത്തെ ഒരു കാര്യം, ഇവിടെ വന്ന് ഇറങ്ങിയ മുതലേ അവൻ എന്തെങ്കിലും റൂമിലാക്കി കൊടുക്കും, അതിന് കമ്മീഷൻ അടിക്കും. എത്ര പേരൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും നാണക്കേട് കാരണം പുറത്തു പറയാൻ മടിക്കില്ല. നമ്മുടെ മലയാളികളുടെ പ്രശ്നമാണ്, അഭിമാന പ്രശ്നം. ഇപ്പോൾ വെള്ളം കയറി മുങ്ങിച്ചാവെന്ന് പറഞ്ഞാലും അഭിമാനമുള്ള വലിയ കാര്യമില്ല. ഇനി എന്തായാലും പെടാനുള്ളതൊക്കെ പെട്ടു. ഇനി എങ്ങനെയും ഒരു കാടും കൂടി കടന്ന് കയറണം. കമ്പനി പറഞ്ഞത് N4 എന്തായാലും അടുത്ത റിന്യൂവലിൽ വേണം. ഒരു റെഫ്യൂജി വിസയിലുള്ള ഒരു പുള്ളിക്കാരനോട് പറഞ്ഞ കേട്ടോ. കമ്പനി പേപ്പറൊക്കെ കൊടുത്ത് വിസ അടിച്ചിട്ടുണ്ട്. അവനോട് പറഞ്ഞേക്കണം തന്നെ N4 നിർബന്ധമാണ്. ഓരോ കമ്പനികൾക്കും കൂടുതൽ ജപ്പാനികളോട് വർദ്ധിച്ചു വരുത്തുക. അവർ തീരുമാനമാക്കി ഇങ്ങനെ ഭാഷ ആവശ്യമുള്ളതില്ലെന്ന്. അപ്പോൾ നോർമൽ യൂണിഫോം എങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് റിന്യൂവൽ കിട്ടും. ടെൻഷനില്ല, നമുക്കൊരു 3 കൊല്ലം കൂടി നിന്നാൽ ഏകദേശം നമുക്കൊന്ന് റെഡിയായി വരും. കണ്ടില്ലേ, 3 ലക്ഷം പണിയെടുക്കണം പുള്ളി ഇറക്കിയ പൈസ തിരിച്ചു പിടിക്കാൻ. എങ്ങനെയെങ്കിലും ഒന്ന് എക്സാം എഴുതി പാസ്സാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട എന്തെങ്കിലും വിവരം തന്നെ കിട്ടിയാൽ വളരെ നല്ലതാണ്. വന്ന് പെട്ടുപോയി, എന്താ ചെയ്യുക, അനുഭവിക്കുക തന്നെ. N4 വേണമെന്നാണ് വക്കീൽ പറയണത്. വക്കീൽ പിന്നെ അതല്ലേ പറയുള്ളൂ. വക്കീലിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇവിടെ, വേറെ കഥയൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് അതിന് സിസ്റ്റമാറ്റിക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. എന്താ അപ്പോൾ കിട്ടോ ഇല്ലയെന്നും അറിയില്ല, നമ്മളെക്കൊണ്ട് കഴിയുമോ എന്നൊന്നും അറിയില്ല. എങ്ങനെയാലും ട്രൈ ചെയ്തേ പറ്റൂ. ശേഷം വളരെ മോശമാണ്. പിന്നെ പുള്ളിയുടെ കുറച്ച് പ്രാരാബ്ദങ്ങൾ, പുള്ളിയുടെ പേഴ്സണൽ, ഐ ഡോണ്ട് കെയർ.
അപ്പം അങ്ങനെയൊക്കെയാണ് റെഫ്യൂജികളുടെ വിശേഷങ്ങൾ. കുറേ പേരുണ്ട് കേട്ടോ. ഈ ഏറ്റവും കൂടുതൽ വന്ന് പെറ്റ് കിടക്കുന്നത് ഈ ഇബറാക്കി കെനിലാണ്. അവിടെയാണ് 3500ഓളം ഇല്ലീഗൽ പേര് ആൾക്കാരുണ്ടെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് കുറേ എണ്ണങ്ങൾ ഇനിയും ഉണ്ടാവും. എല്ലാം ഇങ്ങനെ മുങ്ങി നടപ്പാണ്. സോ അവിടെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ കൂടുതലായതുകൊണ്ട് ലീഗലായിട്ടുള്ളവർക്ക് തന്നെ തലവേദനയാണ്. ജപ്പാൻകാർക്ക് ഇങ്ങനെയാണ് നോക്കണേ, കള്ള വിദേശി വിസയിലാണ് മുങ്ങി നടക്കുക, കള്ളപ്പന്നി അത്. പിന്നെ ഉള്ള സ്ഥലമാണ് ഗുമ്മയിലെ ഓത്ത, സൈത്താമ, ഓസാക്കയിൽ കുറേ എണ്ണം പെറ്റ് കിടപ്പുണ്ട്. പിന്നെ എന്താ പറയുക, ടോക്കിയോയിലുണ്ട് കുറേ പേര്. സോ ഇങ്ങനെ കുറേ പേര് മുങ്ങി നടപ്പുള്ളവരുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്തായാലും പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും. സോ ഇനിയുള്ളവരെങ്കിലും കണ്ട പൂച്ചാണ്ടി ഏജൻസിക്കാരുടെ വാക്കും കേട്ട് ഇവിടെ വന്നിരുന്ന് മോങ്ങാണ്ടിരിക്കുക. സോ ഈ ചേട്ടൻ്റെ അവസ്ഥ വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് പഠിക്കണം, പുള്ളിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ശരി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. JLPT എന്ന് പറഞ്ഞ എക്സാമാണ്, ഈ സർട്ടിഫിക്കറ്റാണ് ഇവർ ചോദിക്കുന്നത്, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ഇത് ഒരു കൊല്ലത്തിൽ 2 ദിവസമേ ഉള്ളൂ, വർഷത്തിൽ 2 വട്ടമേ ഉള്ളൂ. ഒന്ന് ജൂലൈയിലും ഒന്ന് ഡിസംബറിലും. ജൂലൈ എന്ന് പറഞ്ഞാൽ അടുത്ത മാസമാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ഏപ്രിലിൽ കഴിഞ്ഞു. ഇനി അടുത്ത പരീക്ഷ വരുന്നത് ഡിസംബറിലാണ്. അത് ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബറൊക്കെ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ പുള്ളിക്കാരൻ 25/11 ഈ പുള്ളിക്കാരത്തിൻ്റെ വിസ കഴിയും. ഈ പുള്ളി ഡിസംബറിൽ എങ്ങനെ പരീക്ഷ എഴുതും? റിസൾട്ട് വരുമ്പോൾ ജനുവരി അവസാനമാവും. അതാണ് അതിലെ പ്രായോഗികമായ ഒരു പ്രശ്നം. പിന്നെ ഉള്ളത് നാറ്റാണ്, നിഹോങ്കോ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അത് നമ്മുടെ ലെവൽ ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമാണ്. അത് 1 മാസം 2 മാസം കൂടുമ്പോൾ അങ്ങോട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് ഒരു വിസയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻസ് ഓൺ ഇമിഗ്രേഷൻ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ഉള്ളതാണ് JFT, ഞാനൊക്കെ എഴുതിയത് SSW വിസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അത് മാത്രം എഴുതിയ കാര്യമില്ല, പിന്നെ മറ്റേ അതിൻ്റെ സ്കില്ലും കൂടി എഴുതണം. പക്ഷേ JFTയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലെ പാസിംഗ് സ്കോർ 80%. 250-ൽ 200 മേടിക്കണം പാസ്സാവാൻ. അത് ഇതിനേക്കാളും കുറച്ച് പാടാണ്. JLPT ആണെങ്കിൽ 50% മതി. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സത്യാവസ്ഥകൾ. ഓക്കെ, ഞാൻ പുള്ളിയുടെ വോയിസ് ഇടാത്തത് പുള്ളിയുടെ പ്രൈവസീനെ മാനിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങളിൽ വന്ന് പെടാണ്ടിരിക്കുക. കണ്ട പൂച്ചാണ്ടികളുടെ വാക്ക് കേട്ടിട്ട് 3000 എന്നുള്ള ടൂറിസ്റ്റ് വിസയ്ക്ക് ഇത്ര ലക്ഷങ്ങളൊന്നും കൊടുത്ത് ഇവിടെ വന്നിട്ട് പേടിച്ച് പണിയെടുക്കുക. എപ്പോൾ വേണമെങ്കിലും അടിച്ച് തിരിച്ച് കയറ്റി വിടാം. ചിലപ്പോൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറ്റി വിടും. മണ്ടന്മാരാണ്ടിരിക്കുക. നിങ്ങൾ ഒരു 28 അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു ഇന്ത്യക്കാരനാണ് നിങ്ങളെങ്കിൽ, ഒരു ബ്ലൂ കോളർ ജോലിയാണ് നിങ്ങൾ ജപ്പാനിൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ജപ്പാൻ മറക്കുക. കാരണം ലീഗലി നിങ്ങൾ ഏജ് ഓവറാണ്. ഇവിടുത്തെ ബ്ലൂ കോളർ, ഇവിടെയുള്ള വിസ എലിജിബിലിറ്റിക്ക് ശരിയായ രീതിക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾ ഒരു 28-30 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എക്സ്പയർഡ് ആണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു 50 വയസ്സുള്ളൊരു ജപ്പാൻകാരനോട് പിടിച്ചുക്കാൻ പറ്റില്ല. അതാണ് സത്യം പണിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ലാംഗ്വേജ് ഇല്ലാണ്ട് ആരെങ്കിലും ബ്ലൂ കോളർ വിസ, വർക്ക് വിസ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, അത് ഉടായിപ്പാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് ബ്ലൂ കോളർ വിസയ്ക്ക് വരുവാണെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജ് മാൻഡറ്ററി ആണ്. ടെക്നിക്കൽ ഇൻറ്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതുവരെയ്ക്കും ലാംഗ്വേജ് ഇല്ല. ചുമ്മാ 1-2 മാസം 3 എന്തെങ്കിലുമൊക്കെ വായ്ത്താളം അടിക്കാൻ വരും കയറ്റിക്കൊണ്ടൊന്ന് ഇവിടെ വന്ന് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അത് ഈ വർഷത്തോടെ തീരുവാണ്. 2027 EDS, എംപ്ലോയ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പുതിയ വിസ വരെയാണ്. അതിന് എന്തായാലും N4 മാൻഡറ്ററി ആണ്. സോ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും പെടാണ്ടിരിക്കുക. ഇതുപോലെ ഒന്ന് മോങ്ങിക്കൊണ്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കുക. പിന്നെ ഞാൻ പരമ്പര ഇറക്കും അടുത്തത്, കഥയില്ലത് ജീവിതം, ജാപ്പനീസ് റെഫ്യൂജീസ് എന്നും പറഞ്ഞ്. സേഫായിട്ടിരിക്കുക, സ്മാർട്ടായിട്ടിരിക്കുക. ചുമ്മാ അവനവൻ്റെ പൈസയും അവനവൻ്റെ സമയം കളയാണ്ടിരിക്കുക. ഇതുപോലത്തെ പൂച്ചാണ്ടികൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ പൂച്ചാണ്ടികളുടെ അടുത്ത് പോയിട്ട് തല വെച്ച് കൊടുക്കരുത്, പിടിക്കപ്പെടരുത്. അതാണ് നമ്മുടെ കടമ, കർത്തവ്യം. പൂച്ചാണ്ടികൾ എല്ലാ നാട്ടിലും ഉണ്ട്. ഓക്കെ, സ്റ്റേ സേഫ്. ഓക്കെ, ബൈ.